കാറ്റലിസ്റ്റ് സ്കില്ലൊരുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി 6 മാസ പഠനം, മികച്ച ജോലി. മഹാത്മാ അയ്യങ്കാളിയുടെ 163ാം ജയന്തി ദിനമാണ് പട്ടികജാതി വികസന വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ ആഘോഷിക്കുന്നത്. ബഹുമാനപ്പെട്ട ഉദ്ഘാടകനും ബഹുമാന്യയായ മന്ത്രിയും മഹാത്മാ അയ്യങ്കാളി നടത്തിയ സാമൂഹ്യ നവോത്ഥാന പോരാട്ടങ്ങളെ ഇവിടെ അനുസ്മരിക്കുകയുണ്ടായി. ലോകത്ത് ആദ്യമായി ഒരു കാർഷിക സമരത്തിന് മഹാത്മാ അയ്യങ്കാളി നേതൃത്വം നൽകി. പക്ഷേ ആ സമരത്തിൻ്റെ പ്രത്യേകത, പിൽക്കാലത്തും കാർഷിക സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കാർഷിക സമരങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കർഷകരുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കൂലി വർദ്ധിപ്പിക്കുക, ഭൂമിയുടെ അവകാശം ലഭ്യമാക്കുക, ഇതൊക്കെ ആയിരിക്കും കർഷക സമരങ്ങളുടെ ലക്ഷ്യം. പക്ഷേ മഹാത്മാ അയ്യങ്കാളി കർഷക സമരം നടത്തിയത് വിദ്യാഭ്യാസ അവകാശം നേടുന്നതിന് വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ സമുദായത്തിലെ കുട്ടികളെ പഠിപ്പിക്കാൻ പള്ളിക്കൂടങ്ങൾ നിങ്ങൾ തുറന്നു തന്നിരുന്നില്ലെങ്കിൽ നിങ്ങളുടെ പണിയിടങ്ങളിൽ പണിയെടുക്കാൻ നിങ്ങൾ വേറെ ആളെ നോക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണം അവിടെ. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ വന്നാൽ നിങ്ങൾ പണിയാൻ ഞങ്ങളെ സമ്മതിക്കില്ല, അത് തരിശായി കിടക്കുമോ എന്ന് പറഞ്ഞുകൊണ്ടൊരു കർഷക സമരം ഒരു പക്ഷേ അതിനു മുമ്പോ അതിനു ശേഷമോ ലോകത്തെവിടെയും നടന്നിട്ടില്ല എന്നതാണ് അയ്യങ്കാളി നടത്തിയ ആദ്യത്തെ കർഷക സമരത്തിൻ്റെ പ്രത്യേകത. അദ്ദേഹത്തിൻ്റെ വില്ലുവണ്ടി യാത്രയും കൊല്ലത്താണ് കല്ലുമാല സമരം അദ്ദേഹം നടത്തിയത്. പെരിനാട് വിപ്ലവത്തിന് ശേഷമാണ് അദ്ദേഹം കല്ലുമാല സമരവും കല്ലുമാല പീരങ്കി മൈതാനത്ത് അവിടെ അതിൻ്റെ പ്രഖ്യാപനവും നടത്തിയത്. ഒരു സമൂഹത്തെ ആത്മാഭിമാന ബോധമുള്ളവരാക്കി മാറ്റാനുള്ള പരിശ്രമമാണ് അദ്ദേഹം നടത്തിയത്. അതിനുവേണ്ടിയിട്ട് അദ്ദേഹം പോരാട്ടം നടത്തുക മാത്രമല്ല, ഞാൻ നിയമസഭയിലെ MLA ആയി വന്ന സമയം മുതൽ അദ്ദേഹത്തിൻ്റെ ശ്രീമൂലം അസംബ്ലിയിലെ ഇടപെടലുകൾ നിയമസഭാ ലൈബ്രറിയിൽ നിന്ന് എടുത്ത് പരിശോധിക്കുമ്പോൾ ഒത്തിരി ഗംഭീരമായ ഇടപെടലുകളാണ് അക്കാലത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉദ്ഘാടകൻ സൂചിപ്പിച്ചു. അതുമായി ബന്ധപ്പെട്ട് വൈക്കം സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് ഇന്ന് ശ്രീനാരായണ ഗുരുദേവൻ്റെ ജന്മദിനമാണ്. മഹാത്മാഗാന്ധി വൈക്കത്തു നിന്ന് നേരെ ശിവഗിരിയിൽ വന്നു ശ്രീനാരായണ ഗുരുദേവനെ കണ്ട് അദ്ദേഹം മഹാത്മാ അയ്യങ്കാളിയെ കാണണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ മഹാത്മാ അയ്യങ്കാളി പറഞ്ഞു, അങ്ങുള്ള സ്ഥലത്തേക്ക് ഞാൻ വരാം, അവിടെ കാണാമെന്ന് പറഞ്ഞപ്പോൾ മഹാത്മാഗാന്ധി പറഞ്ഞത്, അങ്ങയുടെ സ്ഥലത്തേക്ക് ഞാൻ വരാം, അതാണ് ശരി എന്ന് പറഞ്ഞിട്ട് വെങ്ങാനൂർ പോയി. അദ്ദേഹം ശിവഗിരിയിൽ പോയി ശ്രീനാരായണ ഗുരുദേവനെയും, വെങ്ങാനൂർ പോയി മഹാത്മാ അയ്യങ്കാളിയെയും മഹാത്മാഗാന്ധി സന്ദർശിച്ചത് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങളാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല, വളരെ നേരത്തെ വന്നവരാണ് എല്ലാവരും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുന്നോട്ട് വെച്ച പോരാട്ടത്തെ, സാമൂഹ്യ നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ സർക്കാർ ശ്രമിക്കുന്നത് എന്ന് വളരെ വിശദമായി പട്ടികജാതി വികസന വകുപ്പ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി മഹാത്മാ അയ്യങ്കാളി മുന്നോട്ട് വയ്ക്കുന്ന സാമൂഹ്യ നീതിക്കായിട്ടുള്ള പോരാട്ടങ്ങളെ ഈ സർക്കാർ മുന്നോട്ട് പോകും. അത് ഉമ്മൻചാണ്ടിയുടെയും ശ്രീ കെ കരുണാകരൻ്റെയും കാര്യം ഇവിടെ അനുസ്മരിച്ചു. ലീഡറെ അന്ന് പട്ടികജാതി വകുപ്പ് ഏറ്റെടുത്തിട്ടാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് വഴി എത്രയോ ആളുകൾക്ക് ജോലി നേരിട്ട് ലഭിക്കുന്നതിനായിട്ടുള്ള വിദ്യാഭ്യാസ വകുപ്പിലാകട്ടെ, ആരോഗ്യ വകുപ്പിലാകട്ടെ, വിവിധ വകുപ്പുകളിൽ അത് ലീഡർ ചെയ്ത ഒരു വലിയ കാര്യമുണ്ട്. പിന്നീട് ഉമ്മൻചാണ്ടി സാറ് പാലക്കാട് മെഡിക്കൽ കോളേജ് നമ്മൾ മനസ്സിലാക്കുന്നത് കണക്ക് പരിശോധിക്കുമ്പോഴാണ്. ഉമ്മൻചാണ്ടി പാലക്കാട് പട്ടികവർഗ മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നത് വരെ കേരളത്തിലാകെ അന്നുണ്ടായിരുന്ന 5 മെഡിക്കൽ കോളേജാണ്. ആ 5 മെഡിക്കൽ കോളേജിൽ കൂടി ഒരു വർഷം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്നത് 50 പേർക്കാണ്. 5 മെഡിക്കൽ കോളേജിലൂടെ പഠിക്കാൻ കഴിയുന്നത് 50 പേർക്കാണ്. പാലക്കാട് മെഡിക്കൽ കോളേജിൽ മാത്രം 75 കുട്ടികൾക്ക് അല്ലേ ഒരു വർഷം, 70 കുട്ടികൾക്ക് ഒരു വർഷം പഠിക്കാൻ കഴിയും അവിടെ മാത്രം. അപ്പോൾ 70ൻ്റെ കൂടെ 50 കൂടെ ചേരുന്ന സാഹചര്യം ഉണ്ട്. അത്ര വലിയൊരു മാറ്റം ആ മേഖലയിൽ ഉണ്ടാക്കാൻ ആ ഒറ്റ തീരുമാനം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങളെ അനുസ്മരിക്കുന്നു. ആ ധന്യസ്മരണകൾക്ക് മുമ്പിൽ ശിരസ്സ് വഹിക്കുന്നു. പട്ടികജാതി വികസന വകുപ്പ് എന്ന സാമൂഹ്യ നീതി പോരാട്ടങ്ങൾക്ക് എല്ലാ പിന്തുണയും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.